ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം SSC RRB. അപ്പോൾ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇനി അപ്ലൈ ചെയ്യാനിരിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി അപ്ലിക്കേഷൻ വരുന്ന സമയത്ത്, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും ഡാറ്റയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. SSLC സർട്ടിഫിക്കറ്റ് കോപ്പി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി കയ്യിലുണ്ടായാൽ മതി. ഇത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ പേര്, നമ്മുടെ പാരന്റ്സിന്റെ പേര്, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, പിന്നെ അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ റെഫർ ചെയ്യുന്നത് SSLC ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതിലുള്ള ഡാറ്റ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പാസിംഗ് ഇയറും അതേപോലെ തന്നെ റോൾ നമ്പറും രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും SSLCയുടെ ഒരു കോപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ആധാർ കാർഡ്. നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്ന സമയത്ത് അത് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ ആധാർ കാർഡ് വെരിഫൈ ചെയ്യുന്നതിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഫോൺ നമ്പർ ആണോ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോണും നിങ്ങളുടെ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ആ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. നെക്സ്റ്റ്, ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസിന്റെ കാര്യങ്ങൾ, അതിന്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡ് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് കൊടുക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫീസിന്റെ റീഫണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ Tier 1 എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തവർക്ക് ഈ ഒരു ഫീല് നമുക്ക് റീഫണ്ട് കിട്ടും. അതായത് ബോയ്സിനും ജനറൽ കാറ്റഗറി ഉള്ള ആളുകൾക്കും 500 രൂപയാണ് ഫീസ് വരുന്നതെങ്കിൽ അതിൽ 400 രൂപ റീഫണ്ട് കിട്ടുന്നുണ്ട്. മറ്റ് കാറ്റഗറി അതേപോലെ തന്നെ ഫീമെയിൽ കാറ്റഗറിക്കൊക്കെ 250 രൂപ ഫീസിൽ 250 രൂപയും റീഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ റീഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് അതേപോലെ തന്നെ സിഗ്നേച്ചറിന്റെയും സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം. ആൻഡ് ഫൈനലി നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും അതേപോലെ തന്നെ Gmail ID-യും നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ആയിട്ടുള്ളൊരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും Gmail ID-യും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കരുതേണ്ടതാണ്. ഇനി നമുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത് നമുക്ക് OBC NCL സർട്ടിഫിക്കറ്റ് നോക്കാം. OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്. ആദ്യം തന്നെ ഈ ഒരു OBC NCLന് ആരൊക്കെയാണ് എലിജിബിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ OBC NCL ലിസ്റ്റിലുള്ള നിങ്ങളുടെ കാറ്റഗറി എന്ന് പറയുന്നത് OBC NCL ലിസ്റ്റിലാണെങ്കിൽ, ഒന്നാമത് പറയുന്നത് OBC NCL ലിസ്റ്റിൽ നിങ്ങളുടെ കാറ്റഗറി ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാരന്റ്സിന്റെ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷത്തിനേക്കാളും താഴെ ആയിരിക്കണം. 8 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ പാരന്റിന്റെ ഇൻകം എന്ന് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്. ആൻഡ് ഇതിൽ വേറൊരു ചിലർക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്, ഗവൺമെന്റ് എംപ്ലോയീസിന്റെ മക്കളാണെങ്കിൽ ഈ ഒരു OBC NCL സർട്ടിഫിക്കറ്റിന് എലിജിബിൾ ആണോ എന്നുള്ളത്. ഇനിയിപ്പം ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ തന്നെ അതിൽ ഗ്രൂപ്പ് എയും അതേപോലെ തന്നെ ബിയും, ഗ്രൂപ്പ് A ഓർ B പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ ഈ ഒരു നോൺ ക്രീമി ലെയറിൽ വരില്ല. അവർ ക്രീമി ലെയറിൽ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾക്ക് OBC NCL സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. ബാക്കി എല്ലാ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ, ബാക്കി അതിന് താഴെ വരുന്ന എല്ലാ പോസ്റ്റുള്ള എല്ലാ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ മക്കൾക്കും ഈ ഒരു OBC NCL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി OBC NCL സർട്ടിഫിക്കറ്റിന് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കയ്യിലില്ല. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് OBC NCL സർട്ടിഫിക്കറ്റ് 1 ഇയർ ആണ് വാലിഡിറ്റി ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ 1 ഇയർ വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ചതില്ല, അല്ലെങ്കിൽ എടുത്തു വെച്ചതിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അക്ഷയ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പം അക്ഷയ ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അക്ഷയന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് പർപ്പസ് അല്ലെങ്കിൽ റെയിൽവേ എക്സാം പർപ്പസ് എന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി. ഈവൻ നമ്മുടെ നോട്ടിഫിക്കേഷനിലാണെങ്കിലും OBC NCL സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ പലർക്കും കൺഫ്യൂഷൻ ആണ് അത് തന്നെ അല്ലെങ്കിൽ അതിൽ തന്നെ തഹസിൽദാർ ഡയറക്റ്റ് ഒപ്പിട്ട് തരണോ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. വില്ലേജ് ഓഫീസിൽ പോയി അവിടുന്ന് പിന്നെ തഹസിൽദാറിന്റെ അടുത്ത് പോയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. അതേ ആ ഒരു
ഇതിൽ തന്നെ ഫോർമാറ്റ് തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, അക്ഷയ ത്രൂ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് പർപ്പസ് അല്ലെങ്കിൽ റെയിൽവേ എക്സാം പർപ്പസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ചെയ്തു തരുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അതിൽ നമുക്ക് നമ്മുടെ തഹസീൽദാറിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിരിക്കും. പക്ഷെ അത് ഇവിടെ വാലിഡ് ആണ്. ഈ ഒരു റെയിൽവേ എക്സാംസിന് നമുക്കത് വാലിഡ് ആണ്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, നിങ്ങളുടെ പാരന്റ്സിൽ ആരുടെയെങ്കിലും SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC അവർ പാസ്സായിട്ടില്ല, അവർ എഴുതിയിട്ടില്ലെങ്കിൽ അവരുടെ ഒരു സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി അതും ഇല്ലെങ്കിൽ, അതായത് പാരന്റ്സിന്റെ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് പഴയതൊന്നും ഇല്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ആ ഒരു പഴയ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ എഴുതി തരും, ഒരു പേപ്പർ എഴുതി തരും, അതുകൊണ്ട് ചെന്നാൽ മതി. നെക്സ്റ്റ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, അതിൽ കര അടിച്ചിട്ടുള്ള ഒരു റെസിപ്റ്റ് ആവശ്യമുണ്ട്. അത് ഈ ഒരു വസ്തു ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ റേഷ്യോ അല്ല, റേഷൻ കാർഡ് കേട്ടോ, റേഷൻ കാർഡ് വരുന്നുണ്ട്. റേഷൻ കാർഡ് നിങ്ങളുടെ പേര് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേഷൻ കാർഡ് വരുന്നുണ്ട്. പിന്നെ സാലറീഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ പാരന്റ്സിന്റെ സാലറി സർട്ടിഫിക്കറ്റ്, അങ്ങനെ സാലറി സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ റേഷൻ കാർഡ് തന്നെ മതിയാവും. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, ഇത്രയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് SC or ST സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് അക്ഷയ വഴി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നാമത് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ആവശ്യമുണ്ട്. രണ്ടാമത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൂഫ് ഓഫ് എനി ബ്ലഡ് റിലേറ്റീവ്സ്, അതായത് നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് ഇവരുടെ ആരുടെങ്കിലും ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൂഫ് ഉണ്ടെങ്കിൽ അത് കൊണ്ടു ചെല്ലാവുന്നതാണ്. പിന്നെ ഒന്ന് ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ ഒരു ഫോട്ടോ, അതേപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഏജ് പ്രൂഫിനുള്ള ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ അഡ്രസ് പ്രൂഫ്, ഇപ്പം ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, അതിന് ലൈസൻസോ പാൻ കാർഡോ അങ്ങനെ ഏതെങ്കിലും ആയിട്ട് ഏജ് പ്രൂഫ് എടുക്കുക. അഡ്രസ് പ്രൂഫിനാണെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ല് അടിച്ചതോ അല്ലെങ്കിൽ വാട്ടർ ബിൽ അങ്ങനെ ഏതും നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇലക്ഷൻ ID കാർഡോ അങ്ങനെ ഏതും എടുക്കട്ടോ, വോട്ടേഴ്സ് ID കാർഡോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അഡ്രസ് പ്രൂഫ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ആധാർ കാർഡും, പിന്നെ നിങ്ങൾക്ക് ആധാർ കാർഡ് കേട്ടോ, ഒരു ആധാർ കാർഡ്. അപ്പോൾ ആധാർ കാർഡ് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇതൊക്കെ വരും, അഡ്രസ് പ്രൂഫും ഏജ് പ്രൂഫും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതന്നെ കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലെ ഏജിൽ ചില സമയത്ത് ആധാറിൽ ഫുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഇതും കൂടെ എടുക്കാം കേട്ടോ, ഡോക്യുമെന്റും കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സും ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SC or ST അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് EWS സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ EWS സർട്ടിഫിക്കറ്റിന്റെ അതും ഇതേപോലെ നിങ്ങൾക്ക് അക്ഷയ ത്രൂ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മുടെ സാധാരണ ഈ ഒരു സ്റ്റേറ്റിന്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള EWSന് വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് അല്ല നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ആദ്യം മനസ്സിലാക്കണം. സെൻട്രൽ ഗവൺമെന്റിൽ EWS സർട്ടിഫിക്കറ്റിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട ആ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കാര്യങ്ങളായിട്ട് പറയുന്നത്, ഒന്നാമത്തത് അവർ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകളായിരിക്കണം. SC ST or OBC ഈ റിസർവേഷനിലൊന്നും പെടുന്ന ആൾക്കാരാവരുത്. രണ്ടാമത്തത് ഒരു ഫാമിലിയുടെ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. പിന്നെ 5 ഏക്കറിന് മുകളിൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് അവരുടെ വീടിന്റെയൊക്കെ ആ ഒരു ഇതെന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റിന് താഴെ ആയിരിക്കണം, അതിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ റെസിഡൻഷ്യൽ പ്ലോട്ട്, വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ പെടുന്നതാണെങ്കിൽ 100 സ്ക്വയർ യാർഡ്സ് ആണ് പറയുന്നത്. അതായത് 2.05 സെന്റ്, 2.05 സെന്റ്, ആ ഒരു 2 സെന്റ് അതിൽ ആ ഒരു ഇതിൽ വരുന്നതാണ് എന്ത് പാടുള്ളൂ, നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ അത്രേ സെന്റ് പാടുള്ളൂ, അത്ര സ്ഥലം മാത്രമേ വീട് നിൽക്കുന്നതായിട്ട് പാടുള്ളൂ. ഇനി അതല്ല നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പെടുന്നതാണെങ്കിൽ 200 സ്ക്വയർ യാർഡ്സ് ആണ്, അതായത് 4.1 സെന്റ് ആണ് അവിടെ നമ്മുടെ വീട് നിൽക്കുന്നതായിട്ട് വരാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അങ്ങനെ ഇത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതും അക്ഷയ ത്രൂ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും കാര്യങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഫോട്ടോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഒന്നാമത് ഇതിന്റെ സൈസും കാര്യങ്ങളും വരുന്നത് 50 to 100 KB ആണ് സൈസ് വരേണ്ടത്. അതേപോലെ തന്നെ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരിക്കണം. പ്രിഫറബിളി വൈറ്റ് തന്നെ ആവാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുമ്പം ഡ്രസ്സ് നോൺ വൈറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഡാർക്ക് കളർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഡ്രസ്സിന്റെ കളറ്.
ആൻഡ് അതേപോലെ തന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാസത്തിൽ കൂടുതൽ എന്ത് പാടില്ല, ഫോട്ടോയ്ക്ക് പഴക്കം പാടില്ല. 2 മാസത്തിനുള്ളിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ ഒരു സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ ആവണമെന്ന് നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. നമ്മുടെ ഫോണിലും അങ്ങനെയൊന്നും എടുത്തിട്ടുള്ള ഫോട്ടോ ആവരുതെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അതൊക്കെ റിജക്ഷന് കാരണമാവുന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. കണ്ടോ, ലേറ്റസ്റ്റ് ആയിരിക്കണം, പ്രൊഫഷണൽ സ്റ്റുഡിയോ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കണം. മൊബൈൽ അല്ലെങ്കിൽ സെൽഫ് കമ്പോസ്ഡ് പോർട്രേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് ഒന്നും എടുക്കണ്ട. വൃത്തിക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പം പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒന്നും ഇല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് നല്ല വൃത്തിക്ക് മെനക്കൊരു ഫോട്ടോ എടുക്കാം. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാൻ വേണ്ടി പറയാം. ഡ്രസ്സ് അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സ് ഒന്നും ഇടാതെ ഡാർക്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഫോട്ടോ എടുക്കാം. അതേപോലെ ഗ്ലാസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഗ്ലാസ് ഒഴിവാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഗ്ലാസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഗ്ലെയർ വരാതെ നോക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് ദ കാൻഡിഡേറ്റ് വെയർസ് ഗ്ലാസസ് ദെൻ ദ ഫോട്ടോഗ്രാഫ് ഷുഡ് നോട്ട് ഹാവ് എനി ഗ്ലെയർ ഓർ റിഫ്ലക്ഷൻസ് ഓൺ ഗ്ലാസസ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കണ്ണ് വിസിബിൾ ആയിരിക്കണം, ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം. പറ്റുവാണെങ്കിൽ ഗ്ലാസ് വെക്കാതെ തന്നെ ഫോട്ടോ എടുക്കാം. പിന്നെ കൂളിംഗ് ഗ്ലാസ് അങ്ങനെ ക്യാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആൻഡ് ഇതാ ക്യാപ്പ് അല്ലെങ്കിൽ ഹാറ്റ് അല്ലെങ്കിൽ സൺഗ്ലാസ് അല്ലെങ്കിൽ ഡാർക്ക് ഗ്ലാസ് ഇതൊന്നും വെച്ചിട്ട് മുഖം മറയ്ക്കാൻ പാടില്ല. അതേപോലെ തന്നെ മുഖത്തിന്റെ 50% ഓഫ് ഏരിയ എന്തായിരിക്കണം, ഒക്യുപ്പൈഡ് വിത്ത് ഫുൾ ഫേസ് വ്യൂ ആണ്, ലുക്കിംഗ് ക്യാമറ ഡയറക്ട്ലി. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അതേപോലെ ഫോർഹെഡ്, ഐസ്, ചീക്സ്, നോസ് ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വിസിബിൾ ആയിരിക്കണം. ഇതൊന്നും മറയുന്ന രീതിയിൽ ഫോട്ടോ എടുക്കരുത്. ഈവൻ മുടി പോലും നമ്മൾ മുമ്പിലോട്ടൊന്നും ഇട്ടിട്ട് അങ്ങനെയൊന്നും ഫോട്ടോ എടുക്കരുത്. ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വെറുതെ അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ റിജക്ഷന് വേണ്ടിയിട്ട് ഇതൊന്നും കാരണമാവരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു കഫേയിലോ എന്തെങ്കിലും പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ അവർ ഈ സൈസും ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. അല്ലാതെ സെൽഫ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്ത് അത് ക്രോപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫോട്ടോ നിങ്ങളിപ്പോൾ ഏത് ഫോട്ടോയാണോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്നത് അതിന്റെ 12 കോപ്പി, അറ്റ്ലീസ്റ്റ് അതിന്റെ 12 കോപ്പിയെങ്കിലും നിങ്ങളെ കയ്യിൽ കരുതണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അത് എടുത്തു വെക്കുന്നതാണ് നല്ലത്. പിന്നീട് ഇത് ഫ്യൂച്ചറിലോട്ട് വരുന്നതാണ്. എക്സാം കഴിഞ്ഞിട്ട്, എക്സാമിന്റെ സമയത്തും എക്സാം കഴിഞ്ഞിട്ടൊക്കെ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തപ്പിപ്പിടിച്ച് ഏത് ഫോട്ടോയാണെന്ന് തപ്പിപ്പോകേണ്ട അവസരം വരരുത്. ഇപ്പം തന്നെ എടുത്തു വെക്കുക. നെക്സ്റ്റ് നമ്മുടെ സിഗ്നേച്ചറിന്റെ കേസിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഓൺലി ആണ് ഇവിടെ സൈൻ ചെയ്യുന്ന കേസ് പറയുന്നത്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലാക്ക് ഓർ ബ്ലൂ പറയുന്നുണ്ട്. റിസ്ക് എടുക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ബ്ലാക്ക് ഇങ്ക് വൈറ്റ് പേപ്പറിൽ തന്നെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കാം. ബാക്കി ഡയമെൻഷൻസും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ബ്ലോക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഉണ്ടാവാൻ പാടില്ല. റണ്ണിങ് ലെറ്റേഴ്സിലായിരിക്കണം നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടാവേണ്ടത്. ഡയമെൻഷൻസ് 50 mm × 20 mm ആണ്. 140 അല്ലെങ്കിൽ 140 × 60 പിക്സൽസ് ആണ്. അതേപോലെ തന്നെ DPI റെസൊല്യൂഷനും പിന്നെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് ഇതും പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ ഇനി നിങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ്, ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RRB ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത് 12-ാം തീയതി ഇപ്പോൾ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.